ഹായ് ഗൈസ്, ഇന്ന് +1 പ്രവേശനോത്സവമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു +1 വിദ്യാർത്ഥിനിയായി എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വേറെ കാര്യം, ഇന്നലെ വരെ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പുതിയ സ്കൂളും പുതിയ അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ എങ്ങനെയായി തീരും ദൈവത്തിനറിയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡോക്കിൻ്റെ സൺസ്ക്രീൻ എടുത്ത് പെട്ടു. അതിനുശേഷം ഞാൻ പുരുകം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇച്ചിരി സുന്ദരിയൊക്കെ ആയിട്ട് പോകാം നമുക്ക് സ്കൂളിൽ. ഫസ്റ്റ് ഡേ അല്ലേ. അതിനുശേഷം നമുക്ക് കാജൽ എടുക്കാം കേട്ടോ. ഞാൻ NYBയുടെ കാജലാണ് കേട്ടോ. നല്ല സെറ്റ് കാജലായിരുന്നു. ഒരു പ്രാവശ്യം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് പറയാമെന്ന്. അപ്പോൾ സെറ്റ് കാജലാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടേ. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡ് NYBയുടെ തന്നെ ഐലൈനറാണ് കേട്ടോ. നല്ല വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഐലൈനർ. അതിനുശേഷം ഞാൻ ഐലൈനറൊക്കെ എഴുതി കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി. അതിനുശേഷം ഞാൻ നിവ്യയുടെ ഒരു ക്രീം കയ്യിലും കാലിലൊക്കെ എടുത്ത് വെറ്റി. വിൻ്ററൊക്കെ അല്ലേ, അപ്പം മൊരി പോലെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഐടെക്സിൻ്റെ ഒരു ചെറിയ പൊട്ടും കുത്തി. അതിനുശേഷം ഇതാണ് കേട്ടോ എൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പോൾ ചെറിയൊരു മിനി കമ്മൽ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ആ മേക്കപ്പ് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ വാച്ച് കെട്ടി. അപ്പോൾ ഗാസിയോടെ വാച്ചാണ് കേട്ടോ. ഡ്യൂപ്പൊക്കെ നമുക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുടിയൊക്കെ പോണിട്ടയിൽ രീതിയിൽ ഇരിക്കെട്ടി. അതിനുശേഷം ഞാൻ ചന്ദനമൊക്കെ തൊടാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ, ഇച്ചിരി കളറാവട്ടെ. അപ്പം കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് അതിനുശേഷം ഞാൻ ഇന്നലെ അലക്കിയിട്ട് എൻ്റെ ബാഗ് എടുക്കാൻ പോയോട്ടോ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലത്തെ ബാഗിനെ ഞാൻ വിമോചിപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിലെത്തിയിട്ടോ. അതിനുശേഷം ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ പൗച്ച്, അതുപോലെ തന്നെ ഒരു ഡയറി എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കണ്ടേ. അതിനുശേഷം ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ചോക്ലേറ്റിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അടച്ച് അതിനുശേഷം നമ്മൾ കോട്ടൊക്കെ ഇട്ട് സ്കൂളിൽ സ്ലീവ്ലെസ് അലൗഡ് ഉള്ളല്ലോ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. രാവിലെ തന്നെ കാബോളി കടലയും പിന്നെ പുട്ടും പിന്നെ കട്ടൻ ചായയും കൂട്ടി അങ്ങനെ ഞാൻ ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഫുൾ ലിപ്സ്റ്റിക്ക് പോയില്ല. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കോൺഫിഡൻസ് കുറവേ, എന്തോ ചെയ്യാനാ, ഓരോരോ ശീലങ്ങൾ. അങ്ങനെ ബാഗൊക്കെ തൂക്കി അതിനെ മറ്റേ സ്ട്രാപ്പും കാണിച്ചപ്പോഴേക്കും അതിൻ്റെ സ്ട്രാപ്പ് വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊരു മൂഞ്ചലായി. എന്നിട്ട് ഞാൻ വീണ്ടും ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയല്ല, ആക്ച്വലി സ്കൂട്ടറിൻ്റെ പകുതി വരെ കൊണ്ടുവന്നാക്കി തരും, അത് വേറെ കാര്യം. എന്നിട്ട് ഞാൻ ബസ്സൊക്കെ കയറി. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് നാളത്തെ വീഡിയോയിലേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.